കഴിയുമ്പോ ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇയാള് പോണം. എമ്മാതിരി വയറാടോ. അയാളതാ വയറും കുലുക്കി വരാൻ. ഹലോ ഗൈസ്, അപ്പോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് ആണ്. റോബ്ലോക്സിനകത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു സാധനമാണ്. അതായത് ഏറ്റവും കൂടുതൽ പറയുമ്പോൾ കുറെ ഉണ്ട്, പക്ഷെ ഈ ഒരു ഗെയിമിന് മാത്രം കുറച്ചുകൂടെ എന്താ പറയാ ഫാൻ ബേസ് കൂടുതലാണ്. ഈ ഒരു ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന പരിപാടി. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്കിതൊക്കെ ഒന്ന് കളയണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതാ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ടോപ്പ് സ്കോറർ 12.20 മിനിറ്റ് കൊണ്ട് ഒരു ഗെയിം കഴിച്ചു ഗൈസ്. അവന് സീനാട്ടോ. ആ ഒരു സമയം കൊണ്ട് ഒരു ഗെയിം മൊത്തം കളിച്ചു തീർത്തവൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം. ഇവിടെ എത്തുമ്പോൾ ഇത് പൊളിക്കണം. ഇത് തുറന്നിട്ട് നേരെ പോവും. അപ്പൊ ഇവിടെ എന്തൊരു സാധനം ഉണ്ട്, ഇത് ചാടി ചാടി പോകണം ഗൈസ്. നമ്മൾ ഈ ഒരു ഗെയിം ഫസ്റ്റ് ടൈം ആണ്. പിന്നെ ഇനിയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാമും കാര്യമൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഓണം എക്സാമും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമുക്ക് വീഡിയോസും കാര്യമൊക്കെ ഇട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് ഈ ഒരു സാധനം പൊളിച്ച് അകത്തേക്ക് പോകണം. അപ്പൊ അകത്തെത്തിയിട്ടുണ്ട്. ഇനി അകത്തെത്തി കഴിയുമ്പോൾ ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇയാള് പോകണം. ഇയാളൊന്ന് പോയാലേ നമുക്ക് എമ്മാതിരി വയറാടോ. ആ ബട്ടൺ ഞെക്കി നമ്മള്. അയാൾ പിടിച്ചപ്പോഴേക്കും നമ്മളൊരു ബട്ടൺ ഞെക്കിയിട്ടുണ്ട്. അയാളതാ വയറും കുലുക്കി വരാൻ തുടങ്ങി. വയറും കുലുക്കിയിട്ട് ഓടി വരുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് എത്തി. ഇനി ഇവിടുന്ന് ഇവനേതാ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നേരെ പോകണം. നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഗെയിം ഒരു സമയത്തിന്റെ ഉള്ളിൽ തീർക്കാനും ടോപ്പ് സ്കോർ എടുക്കാനൊന്നും കഴിയില്ല. കാരണം എനിക്ക് അത്ര രീതിയിൽ ഈ ഒരു ഗെയിം കളിക്കാനൊന്നും അറിയത്തില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് മാന്തിയിട്ട് പോകണം. ബാത്റൂം തുറന്ന് അടിയിലോട്ട് പോവാണ് ഗൈസ്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ജയിൽ ചാടാൻ വേണ്ടി അങ്ങനെ നരകം എത്തി ഗൈസ്. നരകമാണിത്, ഫുള്ള് നരകം. സിറാത്ത് പാലൊക്കെ ഉണ്ടല്ലോ. സിറാത്ത് പാല് ഗൈസ്, സിറാത്ത് പാലൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മളെ ഊമ്പിക്കല്ല പരിപാടിയായി. ഇമ്മ ചാടിയാൽ അപ്പ പൊട്ട് കണ്ടോ. പൊട്ടിയില്ലേ, ഞാൻ പറഞ്ഞ അതേപോലായി. അത് കണ്ടപ്പോഴായി ഒരു വെട്ട് കണ്ടപ്പോഴും എനിക്ക് തോന്നി അത് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമുക്ക് ടാസ്ക് ആയതുകൊണ്ടിരിക്കും. നല്ല രീതിയിൽ പണിയാവും പിന്നെ തീർക്കണമെങ്കിൽ. ആ ബോൾ വരുന്നില്ല, നമുക്ക് ആ ബോൾ വരുമ്പോഴേക്കും ഇതിനകത്ത് പോയിക്കണം. ഓക്കെ, ഇനി നമുക്ക് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആവാം. ബോൾ വന്നാൽ തീർന്നു. ബോൾ വരും കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ആ ബോൾ നമ്മൾ ചത്തോ. ആ ബോൾ അത് വരില്ല എന്നാണ് ഞാൻ കരുതിയത്. പെട്ടെന്ന് വരുന്നുണ്ടല്ലേ. ബോൾ പോയി. നമുക്ക് ഇനി വേഗം കയറി രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നമ്മൾ പെടും ഗൈസ്. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുക. ഗെയിമൊക്കെ നമ്മൾ കളിക്കുന്നതായിരിക്കും. കമന്റ് ചെയ്യുന്ന ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ മേലെ കൂടി മേലെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു കള്ളനെ പോലീസാക്കി നിർത്തിയിട്ടുണ്ട്. ഇയാള് നമ്മളപ്പോ പിടിക്കുമല്ലോടോ. ഇപ്പൊ കിട്ടും. പിന്നാലെ ഓടി വരുന്നുണ്ട്, എന്ത് കാര്യം എന്നാവും. ഓക്കെ, നമ്മളത് തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കള്ളം പിടിച്ച് നമ്മളെന്തായാലും തിരിച്ചു. അപ്പൊ നമുക്കിനി വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. തിരിച്ചതാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ പോവാം. ഇവിടുന്ന് ജമ്പ് ചെയ്ത് ഈ സ്റ്റെപ്പൊക്കെ ആരടെ ഉണ്ടാക്കി. ഇത് എന്ത് സ്റ്റെപ്പാ, പകുതി ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഓക്കെ, നമ്മൾ മേലെത്തി. ഇനി നമുക്ക് ഈ ഒരു സാധനത്തുമ്പോ നോക്കി മേലേക്ക് പോവാം. ഓക്കെ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബഗ്ഗും കാര്യമൊക്കെ വരുന്നുണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത്. അത് ഗെയിമിന്റെ പ്രശ്നമല്ല, നമ്മുടെ റെക്കോർഡ് ചെയ്ത് ഗെയിം കളിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. എനർജി ഡ്രിങ്ക് ഗൈസ്. അപ്പൊ നമ്മൾ എനർജി ഡ്രിങ്ക് കുടിച്ചപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് നല്ല സ്പീഡ് ഉണ്ട്, കാരണം ഇവിടെ നല്ല രീതിയിൽ സ്പീഡിൽ ജമ്പ് ചെയ്യണം.
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ചാടി ചാടി ഇവിടെ എത്തി. ഇനി നമുക്ക് സുഖമായിട്ട് ഗെയിം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. നമ്മുടെ ചാനലിൽ 45 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 500 എന്തായാലും ആവാൻ പറ്റും. ഓക്കെ, നമ്മുടെ വ്യൂസും കാര്യമൊക്കെ നല്ല രീതിയിൽ കയറുന്നുണ്ട്. നിങ്ങൾ ലൈക്ക് അടിക്കുകയാണെങ്കിൽ നമുക്കത് വലിയൊരു ഉപകാരമാവും. ഓക്കെ, അപ്പൊ നമ്മളിത് കയറി കയറി പോകുന്നുണ്ട് മേലേക്ക്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു കോണി എന്തോ എടുക്കാണ്ടല്ലോ. ഓക്കെ, നമുക്കൊന്ന് റീജൻ വെക്കാം. ഈ ഇടക്കിടക്ക് അത് നെക്കിയിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഇടക്കൊരു ഹാങ് വരും. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കളിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ഇടക്ക് അവിടെ ഇവിടെ ഒരു ബഗ് വരും. കോണി കറക്റ്റ് ഇവിടെ കൊടുന്ന് വെക്കാം ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് നൈസിൽ മേലേക്ക് കയറി പോയോക്കാം. ഇനി ഇവിടെ എന്താണ്, അയ്യോ ഇതെനിക്കറിയാം, ഇവിടെ നല്ല കാറ്റായിരിക്കും. നമ്മള് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പ ബാക്ക് പോവുക, കണ്ടോ, അപ്പ ബാക്ക് പോകും. നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ബാക്കൊക്കെ പോകും. അപ്പൊ നിൽക്കാതെ മുന്നോട്ട് പോകാണ്ടിരിക്കണം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു പരിപാടി ഉണ്ട്. മെല്ലെ മെല്ലെ ചാടി ചാടി പോണം. നമുക്ക് നൈസിൽ മുന്നോട്ട് പോയോണ്ടിരിക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ. അയ്യോ ഇപ്പൊ അടിക്ക് പോയനെ. ഈ ഒരു സാധനം തിരിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ ആ സ്മോക്ക് നിക്കത്തുള്ളൂ. ഇനി ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്, ഇതും കൂടി തിരിക്കാണ്ട്. ഓക്കെ, അത് തിരിച്ചു. ഇനി നമുക്ക് മേലേക്ക് പോകണം. ഏറ്റവും നല്ലത് ചാവുക. അപ്പൊ നമ്മൾ ഇവിടെ എത്തും. ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലായിടത്തും സ്മോക്കിന്റെ വാൾവ് ഓഫ് ചെയ്തപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതുവഴി പോകാം. അതിന്റെ മേലെ കൂടി ചാടി പോകാനൊക്കെ ഞാൻ നോക്കിയിരുന്നു, പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ചാടി പോകുമ്പോൾ നമുക്ക് ആ സ്മോക്ക് തട്ടുന്നതോടുകൂടി നമ്മൾ ഡെഡ് ആവും. ഗൈസ്, നമ്മൾ മേലെ എത്തി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഈ ഒരു സ്ഥലം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചാടി ചാടി പോയാൽ മതി. നമ്മൾ ഈ ഒരു ഗെയിം വേഗം കംപ്ലീറ്റ് ചെയ്യുക, വേറെ കാര്യം. ഇവിടെ കുറച്ച് റിസ്കി ആക്കാരം, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഈ അറ്റത്ത് എത്തുമ്പോൾ ജമ്പ് ചെയ്താൽ മതി, അപ്പോഴാണ് നിങ്ങൾക്ക് വേഗം വേഗം ക്രോസ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് നേരെ മേലേക്ക് പോയേക്കാം. മേലെന്താ ഓക്കെ, മേലെ ഫാനാണ്. അപ്പൊ നമുക്ക് ആ ഒരു സോഴ്സിൽ മേലേക്ക് ചാടുന്ന സമയത്ത് ഈ റിങ്ങിന്റെ അകത്തേക്ക് എത്ര ആയിത്തി വെക്കും. ഓക്കെ ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലേക്ക് പോവാം പ്ലീസ്. അപ്പൊ നമ്മള് ഷെഫിന്റെ ഭാഗത്തേക്ക് എത്തി. ഇവിടെ ഒരു പണ്ടാരം പിടിച്ച ചെക്കുണ്ട്, ഒരു തടിയൻ ചെക്കനാണ്, അന്തൊന്നുമില്ല, നമ്മളെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ മണ്ടി ചെന്നിട്ട് ഇവിടെ ഒരു സുഡ്സൂക്ക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് എടുക്കുക. അതങ്ങോട്ട് എടുത്തിട്ട് ചെക്കൻ വരുന്നവർക്ക് അടിക്കുക. അടിയോടടി അയ്യോ, ചെക്കൻ നമ്മുടെ മേത്ത് ഫ്രൂട്ട് എറിഞ്ഞിട്ട് ആ ഒരു സമയം കൊണ്ട് നമ്മളെ തീർക്കാല പരിപാടിയാണ്. നമ്മളെന്തായാലും അവനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് നൈസിൽ ചെന്നിട്ട് ആ കോയിൻസ് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പൈസ കിട്ടി. ഇനി നമുക്ക് നേരെ പോവാം. നേരെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഷെഫിനെ കൊന്നാലേ അത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പൊ നമുക്കത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടിയിലോട്ട് പോകാം. ഓക്കെ, ഉരുണ്ട് തിരിഞ്ഞ കഥ പോകും. ഒരഞ്ഞൊരഞ്ഞ് തീർന്നല്ല. ഓക്കെ, നമ്മൾ മേലെത്തി. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഇത് ഒരു വട്ടെങ്കിലും കളിച്ചു നോക്കുക, അപ്പോഴേ അതിന്റെ രസം മനസ്സിലാകത്തുള്ളൂ. നമ്മൾ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡോർ ഉണ്ട്, അതിൽ പിടിച്ചു കയറാം. ഓക്കെ, മേലെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, അതിന് ചൂട്ടിയാൽ ഓക്കെ ലേസർ ആണ്. ലേസർ തട്ടാണ്ട് പോകണം, ലേസർ തട്ടിയാൽ നമ്മൾ ഡെഡ് ആവും. ഓക്കെ, ലേസർ തട്ടാണ്ട് പോയോണ്ടിരിക്കണം. ഓക്കെ, ലേസർ ജസ്റ്റ് മിസ്സിനൊക്കെ പോകണം, ലേസർ തട്ടി നമ്മൾ അപ്പം ചാവും. ഓക്കെ, നമ്മൾ ലേസറിനെ തട്ടാണ്ട് പോയോണ്ടിരിക്കുകയാണ്. ലേസറിനെ തട്ടി നമ്മൾ ചാവും, അത് വേറെ കാര്യം. ഓക്കെ, ലേസർ തട്ടാണ്ട് മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തും. ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബഗ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് ആ ഒരു സാധനങ്ങൾ ഉണ്ടാവുക ഗൈസ്. അപ്പൊ നമ്മൾ ആ ഒരു പാലത്തിന്റെ ആ ഒരു സാധനം കണ്ടോ, അവിടെ ഒരു പലക വെക്കണം, അത് കഴിഞ്ഞിട്ട് അടുത്ത പലക വെക്കണം. അത് ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓൺ ആക്കിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ബഗ് ആവും, പിന്നെ നമുക്ക് ആദ്യമൊക്കെ കളിച്ച് വരേണ്ടി വരും. അപ്പൊ ഞാനതൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ.
വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെച്ചാൽ മതി, കറക്റ്റ് നോക്കി വെക്കുക. പിന്നെ ആ ഒരു സ്വിച്ച് ഉണ്ടാവും മേലെ റീച്ച് എന്ന് പറഞ്ഞിട്ട് അത് നിൽക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് നിൽക്കാണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബഗ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ പുറത്തെത്തിയുമ്പോൾ ഇതാ നിൽക്കുന്നു നമ്മുടെ പോലീസുകാരൻ. ഇയാളെ നീ തോൽപ്പിക്കണം അല്ലേ? അപ്പൊ ഇയാളെ മേത്തേക്ക് നമുക്ക് ഈ ഒരു ഫുഡ് ഗൺ കൊണ്ട് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അയാളെ ഒരു കൈയിന്റെ പരിപാടി ഇപ്പൊ തീർക്കും ഞാൻ. ഓക്കെ, ഒരു കൈ കിടന്നു. അയാൾ നമ്മളെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ആളുടെ ഒരു കൈ ഇപ്പൊ തീരും. ഓക്കെ, ചത്ത്. ഓക്കെ, ആൾ ചത്തു ഗൈസ്. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം. പിന്നെ ഞാനൊരു ഗെയിം ഓൾറെഡി ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഗെയിമിനകത്ത് ഈ ഒരു ലെവൽ ഞാൻ ഓൾറെഡി കളിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്, കുറെ പേര് ഇവിടെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ കാണുന്ന വണ്ടി എടുത്തിട്ട് അതിൽ കയറി അങ്ങ് പോകാൻ നോക്കുക. അവിടെ കൊക്കയെ പോയി ചാടും. നിങ്ങൾ കരുതി രക്ഷപ്പെടുന്നു, എന്നാൽ രക്ഷപ്പെടത്തില്ല. അത് വേറെ കാര്യം, മനസ്സിലായോ? ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഈ ഒരു വണ്ടി എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ എടുത്തു പോയി കയറുക, വണ്ടിനകത്ത് കയറിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോവുക. ആ ഗ്രില്ല് ഇടിച്ചു പൊളിച്ചിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോവുക. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഒക്കെ ഉള്ള ഒരു ഗ്യാസ് സ്റ്റേഷനാ തോന്നുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് വണ്ടിയിൽ ചാടുക. മനസ്സിലായോ? ഇവിടെയാണ് ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം കുറെ പേര് ഇത് കളിച്ച് ബുദ്ധിമുട്ടും. കാരണം ഈ ഒരു ഭാഗം എത്തുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അത് ലാസ്റ്റ് കളിയായോണ്ടേ നമുക്ക് എസ്കേപ്പ് ആവേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല. അപ്പൊ ഈ ഒരു സാധനം വെക്കാതെ തുറക്കുക. ഈ കോണി എടുത്തത് നേരെ പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു സാധനം കാണും. കണ്ടോ? ഈ ഒരു സാധനത്തിന്റെ എടുത്തുകൊണ്ട് വെക്കുക. മേലക്കിന് കയറുക. എന്നിട്ട് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി പോവുക. ഇവിടെ ഒരു ഹെലികോപ്റ്ററിലാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. പലരും കയറി ഒരു വണ്ടി കിട്ടുമ്പോൾ ആ ഒരു ട്രക്കിൽ കയറി രക്ഷപ്പെടാമെന്നാണ്. അങ്ങനെയല്ല കയറേണ്ടത്, ഈ ഒരു ഹെലികോപ്റ്ററിൽ കയറി പോവാണ് വേണ്ടത്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ഹെലികോപ്റ്ററിന്റെ അടുത്ത് എത്തി. നമ്മൾ ഈ ഒരു ജയിലിന്റെ മിഷൻ അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കും. ഓക്കെ, നമ്മൾ രക്ഷപ്പെടുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മൾ രക്ഷപ്പെട്ടു. എനിവേ, നമ്മളൊരു പോലീസ് ഓഫീസറായി. എല്ലാവരും പോകുന്ന വഴി മൊത്തം നമുക്കറിയാം ഗൈസ്. നമ്മളെല്ലാവരെയും പൂട്ടും. അപ്പോ പോലീസ് ഓഫീസറായിട്ട് എല്ലാവരെയും പൂട്ടുന്ന ഒരു സീരീസ് വരും. അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, വേണമെങ്കിൽ എല്ലാവരും വേണം പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ റോബ്ലോക്സ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.